അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായ ധർമ്മധ്വജാരോഹണം ഇന്ന് നടക്കും. ആചാരപരമായ കൊടിയുയർത്തൽ ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കും. ധ്വജാരോഹണത്തിന് മുന്നോടിയായി അയോധ്യയിലെ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര ക്ഷേത്രത്തിലെത്തും. 11:58-നും 1 മണിക്കുമിടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ. ചടങ്ങുകളുടെ ഭാഗമായി രാമക്ഷേത്രവും പരിസരവും ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിഥികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 161 അടി ഉയരമുള്ള പ്രധാന ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ 30 അടി ഉയരത്തിലാണ് പതാക സ്ഥാപിക്കുന്നത്. കാവി നിറമുള്ള പതാകയിൽ ഓം, സൂര്യൻ, മന്ദാരവും പാരിജാതവും ചേർത്തുണ്ടാക്കിയ കോവിദാര അഥവാ കാഞ്ചനാര മരത്തിന്റെ ചിഹ്നം ആലേഖനം ചെയ്തിട്ടുണ്ട്. സൂര്യൻ ശ്രീരാമന്റെ സൂര്യവംശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 5 വർഷവും 3 മാസവും കൊണ്ടാണ് പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020-ലാണ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.